ഇവിടെ ആരും ഇല്ലേ? ഭവാനിയമ്മേ. ആരാ? ഞാനാ രാമു. ഓ, മേസ്തിരിയോ? ഇരിക്കാനൊന്നും സമയമില്ല. 2 ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്കാ, മരുന്ന് വാങ്ങിക്കാൻ. ആ, അതാ മുതലാളി പറഞ്ഞത് വാസന്തിയെങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോയിരിക്കാ. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ? ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയേ, എന്താ വെച്ചേട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് നമുക്ക് ഇത്തിരി നന്ദി വേണ്ടേ? തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോളെ ചെല്ലു. കല്യാണം അടുക്കും തോറും ചങ്ക് പിടയ്ക്ക. 4 ആളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടണ കൊച്ചേട്ടന്റെ മോഹം. തോമസ് സാറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പറയണത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാരി മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നുന്നുണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ നേരിട്ടിരിക്കാൻ നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടില് തോന്നിയാ എന്താ നീയൊന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ടാ, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യാം? എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി. നീ എന്താ മരോട്ടിക്കാതെ നിന്ന് കാക്കയപ്പുറം നിൽക്കുന്നേ? നോക്കിയെടുക്ക്. ലക്ഷ്മിട്ടിയെ, കൊക്കിലോ നിങ്ങളെ കൊത്തിയാ മതി കേട്ടോ. പക്ഷെ കണ്ട അടിപൊളിയായിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ? ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓഹോ, നമ്മടെ കണ്ണട. കണ്ണടയോ? കൃഷ്ണേട്ടൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ച് കണ്ണട അടി. അത് ഇയാളാണോ? അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവിടായിരുന്നെന്ന്. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ആ, അത് ശരിയാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ, കൊള്ളാം. തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കീറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? അത് മജന്തിയോ? അതെന്ത് കളറാ? അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ഓ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ എന്നാ വാ. ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെൺപിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ആ ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ? എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നേ? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാനാ ഭംഗി. എന്റെ കൂടെ പോരുന്നോ ഡൽഹിയിലേക്ക്? വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നടിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ല എല്ലാം പോയി പാക്കി. ഓക്കെ. ഇരിക്കുക നീ. എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇത് വെച്ചോ. പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ. രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്. ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ
രാമേ, ഓ കല്യാണത്തിനുള്ള തുണിച്ചെറുക്കൾ എടുക്കാൻ പോയതല്ലേ? ആ വാസന്തിയോ? അവള് വന്നില്ല, എല്ലാം ലക്ഷ്മിട്ടി ഏൽപ്പിച്ചു. ആഹാ, കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടിൽ നിന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞുല്ലേ? ലക്ഷ്മിട്ടിയെ അതിങ്ങ് എടുത്തോ. കൂടെ കൃഷ്ണേട്ടനുണ്ടായിരുന്നു, ചന്തോസ് ആയതുകൊണ്ട് ആള് കടയിൽ പോയി. ദാ ഇതൊന്ന് നോക്കിക്കേ. ഇത് ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഞാനും ഒരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ചോരലുള്ള ഒരു മോള് എന്നെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, ആ, എന്റെ മോൻ. ഇത് ഉടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിട്ടിയെ. തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണുണ്ടല്ലോ, ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ. അച്ഛൻ എന്തിനാണ് ഷർട്ട്? എന്താടാ, എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂല്ലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ? നീ വാസന്തി വന്നല്ലോ. ഔ വന്നോ? സരോജേ, ആ മജന്റെ സാരി നമ്മളെ കാണിച്ചേൻ. അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. ഡിഡി, അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ സരോ? സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ? എന്റെ ഈശ്വര, എന്തായി കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയ കോൾ അടിച്ചല്ലോ അളിയ. തോമാ സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയുള്ളൊരു മനുഷ്യൻ. ദേ, ഞാനെന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്തു വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? എന്നിട്ട് വന്നേ നോക്കട്ടെ. സാരല്ല കൊച്ചട്ടാ. പാവം. അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ടാ. അതെയോ? ഇങ്ങനെ ഒരു കഴുതക്കുട്ടി